ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത് ഒരു ഫ്രീ വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ്. ഈ ആപ്ലിക്കേഷൻ ആൻഡ്രോയിഡിലും ഐഫോണിലും ഒരുപോലെ ലഭ്യമാണ്. ഞാനിവിടെ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് കാണിക്കുന്നത് മോട്ടോ G3 എന്ന ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിച്ചിട്ടാണ്. പക്ഷേ നിങ്ങളുടെ ഐഫോണിലും ഇതേപോലെ തന്നെയാണ് ഉപയോഗിക്കാവുന്നത്. ആപ്ലിക്കേഷൻ്റെ പേര് ഫിലിമോറ ഗോ ഫ്രീ വീഡിയോ എഡിറ്റിംഗ് എന്നാണ്. ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം. ആദ്യം പ്ലേ സ്റ്റോറിൽ പോയി അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ പോയി ഫിലിമോറ ഗോ ഫ്രീ വീഡിയോ എഡിറ്റർ എന്ന ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ഞാനിവിടെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓപ്പൺ ചെയ്യുകയാണ്. നിങ്ങളുടെ ഐഫോൺ ആണെങ്കിലും ഇതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. അതിൽ ക്രിയേറ്റ് ന്യൂ വീഡിയോ എന്ന ഓപ്ഷൻ കാണാം, അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ എഡിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ ക്ലിപ്പുകൾ സെലക്ട് ചെയ്യുക. ഇതിപ്പോൾ ഞാൻ 5 മിനിറ്റുള്ള ഒരു വീഡിയോ സെലക്ട് ചെയ്തു. അപ്പോൾ അതിനെ ട്രിം ചെയ്ത് ചെറുതാക്കാനുള്ള ഓപ്ഷൻ ഇതിൽ കാണിക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു 10 സെക്കൻഡുള്ള വീഡിയോ ആക്കി ഈ 5 മിനിറ്റുള്ള വീഡിയോയെ മാറ്റി. അതിനുശേഷം അതിനെ ആഡ് ചെയ്തു. ഇപ്പോൾ ആ 10 സെക്കൻഡുള്ള വീഡിയോ എൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള കൂട്ടത്തിലോട്ട് മാറിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതേ വീഡിയോയിൽ നിന്ന് തന്നെ മറ്റൊരു വീഡിയോ ക്ലിപ്പ് കൂടി ക്രിയേറ്റ് ചെയ്യുകയാണ്. ഒരു 8 സെക്കൻഡുള്ള മറ്റൊരു വീഡിയോയും കൂടി ഞാൻ ആഡ് ചെയ്യുന്നു. ഇനി വേറൊരു വീഡിയോ എടുക്കുകയാണ്. ഇതാണ് ആ വീഡിയോ. ഈ 2 വീഡിയോകളും ഞാൻ നേരത്തെ സെലക്ട് ചെയ്ത വീഡിയോയും ഇപ്പോൾ സെലക്ട് ചെയ്യുന്ന വീഡിയോയും ഞാൻ ഡൗൺലോഡ് ചെയ്തെടുത്താണ്. അതിൽ 16 സെക്കൻഡുള്ള ഈ വീഡിയോ ഇത്തിരി സ്ലോ മോഷനിലാണ് കാണിക്കുന്നത്. ഞാനതൊരു 20 സെക്കൻഡുള്ള വീഡിയോ ഞാൻ എടുക്കുന്നു. എന്നിട്ട് അതും എഡിറ്റ് ചെയ്യാനുള്ള കൂട്ടത്തിലോട്ട് ആഡ് ചെയ്തു. ഇപ്പോൾ 3 വീഡിയോകളായി. ബാക്ക് പോയ ശേഷം ഞാനൊരു ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു ഫോട്ടോയും കൂടി ഞാൻ ആഡ് ചെയ്തു. ഇനി നെക്സ്റ്റ് അടിച്ചു. നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസ്ബുക്കിൽ നിന്നോ ഇൻസ്റ്റാഗ്രാമിൽ നിന്നോ ഗൂഗിളിൽ നിന്നോ ഇമ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷനും ഇവർ തരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്ത വീഡിയോ ആണിത്. എഡിറ്റ് ചെയ്തതല്ല, ആഡ് ചെയ്ത ആ ഒരു ഫ്ലോയിൽ തന്നെ കിടക്കുകയാണ്. നമുക്കിതിനി എഡിറ്റ് ചെയ്യാം. ഇങ്ങനെയാണ് കിടക്കുന്നത്. ഇതിനിപ്പോൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒന്നുമില്ല. ഏറ്റവും ലാസ്റ്റ് ഞാൻ ആഡ് ചെയ്ത വീഡിയോയ്ക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒന്നുമില്ല. ഞാൻ ജസ്റ്റ് ഒരു മ്യൂസിക് ഇല്ലെങ്കിൽ ഇതിനെ ഒന്ന് ഓർഡർ ആക്കാം. ഞാൻ ഏറ്റവും ലാസ്റ്റ് ആഡ് ചെയ്ത വീഡിയോ ഇതാണ് ഏറ്റവും ലാസ്റ്റ് ആഡ് ചെയ്ത വീഡിയോ. അത് ഞാൻ ലോങ് പ്രസ് ചെയ്ത് പിടിച്ചപ്പോൾ ഒരു വൈബ്രേഷൻ അവിടെ കാണിക്കുന്നുണ്ടോ? ഇനി എനിക്ക് അതെങ്ങോട്ട് വേണമെങ്കിലും മാറ്റാം. ഞാനതിനെ ഫസ്റ്റ് കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്യുകയാണ്. ആ ഇമേജ് അതിനേക്കാൾ മുമ്പ് ഞാൻ കൊണ്ടുവന്നിടുകയാണ്. ഏറ്റവും ഫസ്റ്റ് ആ ഇമേജ് സെറ്റ് ചെയ്തു. അതിനുശേഷം വാട്ടറിൻ്റെ വീഡിയോ ഇട്ടു. അതിനുശേഷം ഒരാൾ സർഫ് ചെയ്യുന്ന വീഡിയോ ഇട്ടു. അതിനുശേഷം ഓക്കെ കൊടുത്തു. ഇപ്പോൾ ആ വീഡിയോ മാറിയിട്ടുണ്ട്. ആദ്യം ഇമേജ് കാണിച്ചു, അതിനുശേഷം ആ വാട്ടർ വീഡിയോ കാണിച്ചു. അത് കഴിഞ്ഞ് സർഫ് ചെയ്യുന്ന വീഡിയോ വരും. സർഫ് ചെയ്യുന്ന 2 ക്ലിപ്പുകൾ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ആ 2 ക്ലിപ്പുകളും കാണിക്കും. ഇപ്പോൾ സർഫ് ചെയ്യുന്ന വീഡിയോയിൽ മാത്രമേ ഓഡിയോ ഉള്ളൂ. ഞാൻ ആ ഓഡിയോ എങ്ങനെ ആദ്യം കുറയ്ക്കാമെന്ന് നോക്കാം. പൗസ് ചെയ്തതിന് ശേഷം ആ വീഡിയോയിൽ ക്ലിക്ക് ചെയ്തു. നിങ്ങൾ കണ്ടില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടി ബാക്ക് പോവാം.
ഇവിടെ ഏത് വീഡിയോയാണോ നമ്മൾ എഡിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ മുകളിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തപ്പോൾ ആ വീഡിയോ മാത്രമായിട്ട്, ആ വീഡിയോ ക്ലിപ്പ് മാത്രമായിട്ട് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നു. ഇതിൽ എനിക്ക് വേണമെങ്കിൽ ട്രിം ചെയ്യാം, ക്രോപ്പ് ചെയ്യാം. ട്രിം ചെയ്യാനായിട്ട് ഞാൻ എടുത്തപ്പോൾ നേരത്തെ എടുത്ത വീഡിയോയുടെ കംപ്ലീറ്റ് വന്നു. അതിനുള്ളിൽ നമുക്ക് ഇനിയും അഡ്ജസ്റ്റ് ചെയ്യാൻ വേണമെങ്കിൽ. ഞാൻ ക്യാൻസൽ കൊടുത്തു. ട്രിം ചെയ്യുന്നില്ല ഞാനിപ്പോൾ. പകരം സൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യാണ്. സൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഈ വീഡിയോയിൽ നിന്ന് ഉള്ള ശബ്ദം ഞാൻ കുറച്ചു. എന്നിട്ട് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഞാനൊന്നും ആഡ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ടാണ് ഇവിടെ കാണിക്കാത്തത്. അല്ലെങ്കിൽ എനിക്കിവിടെ വോയിസ് റെക്കോർഡ് ചെയ്തിട്ട് അത് കേൾപ്പിക്കാം. ഞാനിപ്പോൾ സൗണ്ട് കുറയ്ക്കുക മാത്രമാണ് ചെയ്തത്. ഓക്കെ കൊടുത്തു. ഇവിടെ ഓഡിയോ മിക്സർ എന്ന് പറഞ്ഞിട്ട് ഒരു ഐക്കൺ ഉണ്ട്. അത് ഞാൻ സെലക്ട് ചെയ്തപ്പോഴാണ് എനിക്ക് സൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നത്. അതുപോലെ നിങ്ങൾക്ക് ക്രോപ്പ് ചെയ്യാം, സബ് ടൈറ്റിൽ ആഡ് ചെയ്യാം, വോയിസ് ഡബ് ചെയ്യാം, വേറെ ഫിൽറ്റേഴ്സ് എന്തെങ്കിലും വേണമെങ്കിൽ വെച്ച് കൊടുക്കാം, ഓവർലേസ് വേണമെങ്കിൽ വെച്ച് കൊടുക്കാം, ഇമേജ് വേണമെങ്കിൽ ആഡ് ചെയ്യാം, ടൈറ്റിൽ വേണമെങ്കിൽ ആഡ് ചെയ്യാം. അങ്ങനെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. വീഡിയോയുടെ സ്പീഡ് കൂട്ടാനുള്ള ഓപ്ഷൻ ഉണ്ട്, റൊട്ടേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, വീഡിയോ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ഒരു ഡ്യൂപ്ലിക്കേറ്റ് ലെയർ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, വേണമെങ്കിൽ ഈ വീഡിയോ ക്ലിപ്പ് ഡിലീറ്റ് ചെയ്ത് കളയാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാൻ ഇങ്ങനെ വെച്ചിട്ട് ബാക്ക് പോയി. ഇനി ഈ ഇമേജ് കാണിക്കുന്ന സമയം നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഡ്യൂറേഷൻ സെലക്ട് ചെയ്ത ശേഷം ഞാനത് കുറച്ച് സമയത്തേക്ക് മാത്രമാക്കി മാറ്റി. 1.2 സെക്കൻഡ് മാത്രമാക്കി മാറ്റി. അതിനുശേഷം ഓക്കെ കൊടുത്തു. ഇവിടെയും ഓക്കെ കൊടുത്തു. ഇനി ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. വീഡിയോ കാണിക്കുന്ന സമയം മാറിയിട്ടുണ്ട്. ഇനി ഈ വീഡിയോ സ്ലോ മോഷനിലുള്ള വീഡിയോ ഞാൻ കുറച്ച് സ്പീഡാക്കാൻ പോവുകയാണ്. ഇവിടെ ടൈം അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണിത്. അത് സെലക്ട് ചെയ്തു. സ്ലോവസ്റ്റ്, സ്ലോവർ, സ്ലോ, നോർമൽ. അതിനുള്ളിൽ ഞാൻ ഫാസ്റ്റ് കൊടുത്തു, ഏറ്റവും ഫാസ്റ്റാക്കി കൊടുത്തു. ഓക്കെ. അതിനുശേഷം അതിനെന്തെങ്കിലും ലെയർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ, ഇതിലിപ്പോൾ ഞാൻ ലെയറൊന്നും കൊടുക്കുന്നില്ല. ഞാൻ ഈ വീഡിയോ ഫാസ്റ്റാക്കി മാത്രം കാണിക്കുകയാണ്. ഇതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ലോ മോഷനിൽ കാണിക്കാം ആ ഒരു ക്ലിപ്പ്. ഓക്കെ കൊടുത്തു. ഇനി അടുത്ത വീഡിയോ എടുത്തു. ഇതിന് ഒരു മ്യൂസിക് കൊടുക്കാം. മ്യൂസിക് ഇല്ലെങ്കിൽ എല്ലാത്തിനും കൂടി ഒരുമിച്ച് ഒരൊറ്റ മ്യൂസിക് കൊടുക്കാനുള്ള ഓപ്ഷനാണിത്. ഇവിടെ നിന്ന് നമുക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം, അല്ലെങ്കിൽ എൻ്റെ ഫോണിലുള്ള ഏതെങ്കിലും തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് അവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മ്യൂസിക്കാണ്. ഞാൻ ഈ മ്യൂസിക് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഈ വീഡിയോയെ ട്രിം ചെയ്യണമെങ്കിൽ ട്രിം ചെയ്യാനുള്ള ഓപ്ഷൻ ഞാൻ നേരത്തെ കാണിച്ചു. ക്രോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്രോപ്പ് സെലക്ട് ചെയ്ത ശേഷം 2 വിരലും വെച്ച് സൂം ഇൻ സൂം ഔട്ട് ചെയ്താൽ മതി. ഓക്കെ, ഞാൻ അങ്ങനെ തന്നെ വയ്ക്കുന്നു. അതിനുശേഷം ശബ്ദം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു. ഇനി ഒരു ഓവർലേ ആഡ് ചെയ്യാൻ പോവാണ്. ഒരുപാട് ഫീച്ചേഴ്സ് ഇതുണ്ട്. ഓവർലേ എന്ന് പറയുന്നത് നമ്മൾ കാണിക്കുന്ന വീഡിയോയുടെ മുകളിലൂടെ മറ്റെന്തെങ്കിലും കാണിക്കാനായിട്ട് ഒരു ഗ്ലെയർ പോലെ
ഒരുപാട് ലേയേഴ്സ് ഉണ്ട്, അതിൽ നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. ഞാനിത് ക്യാൻസൽ ചെയ്യുന്നു, ഈ ലേയേഴ്സ് കൊടുക്കുന്നില്ല, പകരം ഒരു ഫിൽറ്റർ ആഡ് ചെയ്യാം. പല ഫിൽറ്റേഴ്സ് ഉണ്ട്, നിങ്ങൾക്ക് ഫോട്ടോ എഡിറ്റ് ചെയ്യുന്ന പോലെ അത്ര എളുപ്പത്തിൽ ഇതിൽ ഫിൽറ്റേഴ്സ് ആഡ് ചെയ്യാം. ബ്ലാക്ക് ആൻഡ് വൈറ്റ് വേണമെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കി മാറ്റാം. ഞാൻ ഇപ്പോൾ വാട്ടറിന് അനുയോജ്യമായ ഒരു എഫക്റ്റ് കൊടുത്തിരിക്കുകയാണ്. ഓക്കെ കൊടുത്തു. ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാ എഫക്റ്റും കൊടുത്തതിന് ശേഷം, ഇതിനുള്ളിൽ ഒരുപാട് എഫക്റ്റുകളുണ്ട്, അതെല്ലാം കൊടുത്തതിന് ശേഷം സേവ് ചെയ്യുക. സേവ് ചെയ്യാൻ കുറച്ച് സമയമെടുക്കും. സേവ് ചെയ്യുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. സേവ് ചെയ്യാനും എക്സ്പോർട്ട് ചെയ്യാനുമാണ് ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ പ്രൊജക്റ്റ് എക്സ്പോർട്ടായി. ഇനി സേവ് ടു ക്യാമറ റോൾ കൊടുക്കാം, അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും ഷെയർ ചെയ്യാം. ഞാനിവിടെ സേവ് ടു ക്യാമറ റോൾ കൊടുക്കുകയാണ്. സേവായി. ഞാനത് MX പ്ലെയറിലൂടെ ഒന്ന് പ്ലേ ചെയ്ത് കാണിക്കാം. ആദ്യം MX പ്ലെയർ എടുക്കുക. MX പ്ലെയർ, സേവ് ചെയ്ത പ്രൊജക്റ്റ് ക്യാമറയിലാണ് അവർ ആഡ് ചെയ്തത്. ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം, വന്നിട്ടില്ല. അതുകൊണ്ട് ബാക്ക് പോയതിന് ശേഷം ക്യാമറ പ്രൊജക്റ്റ്. ഓക്കെ, ആ വീഡിയോ എഡിറ്റ് ചെയ്ത വീഡിയോ പ്ലേ ചെയ്താണ്. ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് യാതൊരു വാട്ടർമാർക്കോ ഒന്നും വരുന്നില്ല. ഇവിടെ നിങ്ങൾ കാണുന്നത് ഞാൻ ഉപയോഗിക്കുന്ന മറ്റൊരു ആപ്ലിക്കേഷൻ്റെ വാട്ടർമാർക്കാണ്. ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.